എന്താടോ ഇത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നേ? ആ സ്ത്രീ വട്ടം ചാടിയതാ. നിനക്ക് ചാടിച്ചവൻ എന്റെ കറ കിട്ടിയോളോ? ഞാൻ ചാവാൻ വന്നൊന്നുമില്ല, നിങ്ങളോട് രണ്ട് വർത്താനം പറയാൻ വന്നതാ. എന്താ? എന്റെ നെക്ലേസ് എവിടെ? നെക്ലസോ? ഏത് നെക്ലസ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? എനിക്കറിയായിരുന്നു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളത് സൗകര്യപൂർവ്വം മറക്കൂന്ന്. ഞാൻ എന്ത് മറന്നു നിങ്ങളെ പറയുന്നേ? പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാ പിന്നെ എന്തു പറയാലോ അല്ലേ? നീ കാര്യം പറയുന്നുണ്ടോ സിസിലി? വെറുതെ ആളെ മെനക്കെടുത്താതെ. മാഡത്തിന് പഞ്ചരത്നത്തിൽ ഇരുന്ന സ്വർണം മോഷ്ടിച്ചു തന്നതിനുള്ള പണിക്കൂലിയാ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് നെക്ലേസ് തരാന്ന് മാഡം വാക്ക് പറഞ്ഞല്ലേ? അതൊന്നും നടക്കില്ല സിസിലി. നടക്കൂലെന്നോ? അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാകും? പിന്നെ എങ്ങനെ പറഞ്ഞാ ശരിയാവും? ചേടാ, ഒരു ജോലി ചെയ്താ അതിന് കൂലി വേണ്ടേ? ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് ആ പണി ചെയ്തത്, അതിന്റെ കൂലി എനിക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പൊ നിനക്ക് പഞ്ചരത്നത്തിൽ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നുണ്ടല്ലോ, അത് മതി. പോവാൻ നോക്ക്. കാര്യം നടന്നു കഴിഞ്ഞപ്പോ ഞാൻ കറിവേപ്പില്ല അല്ലേ? നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്നാലേ എനിക്ക് വിരോധമുണ്ട്, നല്ല വിരോധമുണ്ട്. മര്യാദക്ക് എന്റെ പണിക്കൂലി തന്നില്ലെങ്കിൽ മേടാണെന്നും ഞാൻ നോക്കില്ല. 8ന്റെ പണി ഞാൻ തരും, 3.5 തരം. എന്നോട് കയർക്കുന്നോ? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം നീ വളർന്നോ? എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ സിസിലിയുടെ രൂപവും മാറും, ഭാവവും മാറും. നിന്നെ പഞ്ചരത്നത്തെ കൊണ്ടെത്തിച്ചത് ഞാനാണെങ്കിൽ അവിടുന്ന് നിന്നെ പുറത്താക്കാനും ഈ ഞാൻ വിചാരിച്ചാ കഴിയും. വെറുതെ ഉള്ള പണി ഇല്ലാതാക്കാൻ നോക്കല്ലേ സിസിലി. പഞ്ചരത്നത്തിന് എനിക്ക് മുന്നേ പുറത്താകുന്നതേ നിങ്ങളായിരിക്കും മാഡം. എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. കാണിക്കല്ല, കേൾപ്പിച്ചു തരാം. വാ. എന്റെ മക്കളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അമൃതമോളുടെ ബർത്ത്ഡേ പാർട്ടി ദിവസം ആഹാരത്തിൽ വിഷം ചേർത്തതും കേക്കിൽ പൊട്ടിച്ചതും ഞാനല്ല. എല്ലാം എന്റെ തലയിലാക്കിയത് ഇത് ഞാൻ പഞ്ചരത്നങ്ങളെ കേൾപ്പിക്കട്ടെ മാഡം? അങ്ങനെ ഞാൻ കേൾപ്പിച്ച് എങ്ങനെ ഇരിക്കും മാഡം? ഒന്ന് ആലോചിച്ച് നോക്ക്. അമൃതയും അനുജത്തിമാരും സ്വന്തം അച്ഛന്റെ ഈ വാക്കുകൾ കേൾക്കുന്നതോടെ മാഡം മാട്ടിൻ തോലിട്ട ചെന്നായാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. പക്ഷേ അങ്ങനെ ഒരു കടുങ്കൈ ഞാൻ തൽക്കാലം ചെയ്യില്ല മാഡം. ഇപ്പൊ എന്റെ ഈ ഒഴിഞ്ഞ കഴുത്തിലെ ഒരു 3 പവന്റെ സ്വർണ്ണ നെക്ലേസിന് സ്കോപ്പില്ലേ മാഡം? വന്നു വന്ന് ഇവളുടെയൊക്കെ മുമ്പിൽ വരെ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ. മാഡം അന്ന് പറഞ്ഞ നെക്ലേസ് എനിക്ക് കിട്ടിയ പറഞ്ഞ വാക്ക് പാലിച്ചയാളെന്ന നിലക്ക് മാഡത്തിന് എന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കാം. എനിക്കൊരല്പസമയം കൂടി വേണം. ഉടനെ ശരിയാക്കാം. പോരെ? മതി, അത്രയും കേട്ടാ മതി മാഡം. എനിക്ക് മാഡത്തിന് വിശ്വാസാ. സിസിലിയോട് അവളുടെ കളി. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് കലാവതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.